അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ജിന്ന് 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് എടുക്കുന്നത്. എല്ലാവരും പഠിക്കുക, അതിന് സമയം കണ്ടെത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا وأنهم ظنوا كما ظننتم أن لن يبعث الله أحدا وأنا لمسنا السماء فوجدناها ملئت حرسا شديدا وشهبا وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا وأنا لا ندري أشر نريد بمن في الأرض أم أراد بهم ربهم رشدا وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا വഅന്നഹും കാന അവർ ആയിരുന്നുവെന്നും റിജാലുൻ ചില ആളുകൾ മിനൽ ഇൻസി മനുഷ്യരിൽപ്പെട്ട, അതായത് മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ എങ്ങനെയായിരുന്നു യഊദൂന അവർ അഭയം തേടുമായിരുന്നു ബിരിജാലിൻ മിനൽ ജിന്നി ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് ഫസാദൂഹും അത് അവർക്ക് വർദ്ധിപ്പിച്ചു, അത് ജിന്നുകൾക്ക് വർദ്ധിപ്പിച്ചു. റഹഖ ഗർവ് അല്ലെങ്കിൽ അഹങ്കാരം, അതായത് മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചിലരോട് അഭയം തേടുമായിരുന്നു. അവർ ജിന്നുകളുടെ അഹങ്കാരം വർദ്ധിപ്പിച്ചു. വഅന്നഹും ളന്നൂ കമാ ളനൻതും അല്ലൻ യബഅസ അല്ലാഹു അഹദ വഅന്നഹും ളന്നൂ അവർ വിചാരിച്ചു എന്നും കമാ ളനൻതും നിങ്ങൾ വിചാരിച്ച പോലെ അല്ലൻ യബഅസ നിയോഗിക്കുകയില്ല അല്ലെങ്കിൽ അയക്കുകയില്ല അല്ലാഹു അഹദ, അതായത് നിങ്ങൾ ധരിച്ചതുപോലെ അള്ളാഹു ഒരാളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല അല്ലെങ്കിൽ നിയോഗിക്കുകയില്ല എന്ന് അവരും ധരിച്ചു. وأنا لمسنا السماء فوجدناها ملئت حرسا شديدا وشهبا وأنا لمسنا നാം തൊട്ടു നോക്കി സമാ ആകാശത്തെ ഫവജദ്നാഹ അപ്പോൾ നാം അതിനെ കണ്ടെത്തി മുലിഅത് അത് നിറക്കപ്പെട്ട നിലയിൽ ഹറസൻ പാറാവുകാരാൽ അല്ലെങ്കിൽ കാവൽക്കാരാൽ ഷദീദൻ ശക്തമായ അല്ലെങ്കിൽ കഠിനമായ ഷുഹബ തീജ്വാല അല്ലെങ്കിൽ ഉൽക്ക എന്ന് പറയും. അതായത് അവര് ജിന്നുകള് ആകാശത്തില് പ്രവേശിക്കാറുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. അത് അവര് മലക്കുകളുടെ സംസാരങ്ങള് കട്ട് കേൾക്കാറുണ്ടായിരുന്നു. അവര് മലക്കുകളുടെ സംസാരം ആകാശത്ത് നിന്ന് അവർ കേൾക്കുകയും അത് മറ്റ് ജിന്നുകൾക്ക് വന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. പിന്നെ ഖുർആന്റെ അവതരണത്തോടു കൂടി അത് തടയപ്പെട്ടു. അതേക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ഈ ആയത്തിൽ പറയുന്നത്. അവരെ ആകാശത്തിലേക്ക് ചെല്ലുകയും അവർ ആകാശത്ത് ചെന്നപ്പോൾ ശക്തമായ പാറാവുകാരാലും കഠിനമായ തീജ്വാലകളാലും അവരെ ജിന്നുകളുടെ ആകാശത്തിലേക്ക് പ്രവേശനം തടയപ്പെട്ടു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സമഅ ഫമൻ യസ്തമിൽ ആന യജിദ് ലഹു ശിഹാബൻ റസദാ വഅന്നാ കുന്നാ നാം ഇരിക്കാറുണ്ടായിരുന്നുവെന്നും മിൻഹ അതിൽ നിന്ന് മഖാഇദ ചില ഇരിപ്പിടങ്ങളിൽ ലിസ്സമഇ കേൾക്കുവാൻ വേണ്ടി. ഫമൻ യസ്തമിൽ ആന ആരെങ്കിലും കേൾക്കാൻ ശ്രമിച്ചാൽ യജിദ് ലഹും
അവർ തനിക്ക് കണ്ടെത്തും ശിഹാബൻ തീജ്വാല റസദ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന. അതായത് ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ ഇരിക്കാറുണ്ടായിരുന്നു, മലക്കുകളുടെ സംഭാഷണങ്ങൾ കേൾക്കാൻ ഇരിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഖുർആൻ പാരായണം കേൾക്കാൻ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അഗ്നിജ്വാലയെ അവന് കണ്ടെത്താനാവും എന്നും പറഞ്ഞു. ആദ്യം നേരത്തുള്ള ആയത്തിൽ പറഞ്ഞതുപോലെ മലക്കുകളുടെ സംഭാഷണം കേൾക്കാൻ അല്ലെങ്കിൽ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടിയിട്ട് ഇവര് ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഇരിക്കാറുണ്ടായിരുന്നു എന്നും ആ സമയം അവരെ ശക്തമായ തീജ്വാലകളാലും പാറാവുകാരാലും തടയപ്പെട്ടിരുന്നു എന്നാണ് ജിന്നുകൾ ഈ ആയത്തിൽ പറയുന്നത്. وَأَنَّا لَا نَدْرِي أَشَرٌّ أُرِيدَ بِمَنْ فِي الْأَرْضِ أَمْ أَرَادَ بِهِمْ رَبُّهُمْ رَشَدًا. وَأَنَّا لَا نَدْرِي ഞങ്ങൾക്കറിഞ്ഞുകൂടാ, അഷറുൻ തിന്മയാണോ അല്ലെങ്കിൽ ദോഷാണോ, ഉരീദ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്, ബിമൻ ഫിൽ അർളി ഭൂമിയിൽ ഉള്ളവരെ കൊണ്ട്, അം അറാദ അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്നുവോ, ബിഹിം അവരെ കൊണ്ട്, റബ്ബുഹും റഷദ അവരുടെ റബ്ബ് അവർക്ക് നേർവഴി. അതായത് ഭൂമിയിലുള്ളവരുടെ കാര്യത്തിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, അതല്ല അവരുടെ രക്ഷിതാവ് അവരെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ജിന്നുകൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ജിന്നിലെ ആദ്യത്തെ 10 ആയത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞ ജിന്നുകളെ കുറിച്ചുള്ള ഏകദേശം ധാരണ നമുക്ക് ഇപ്പോൾ അറിയുന്നുണ്ടായിരിക്കും അല്ലേ? ഇനിയും കൂടുതൽ ജിന്നുകളെ കുറിച്ച് അറിയാനും അവയെക്കുറിച്ച് പഠിക്കാനും നമുക്ക് കഴിയും ഇതുവഴി. അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ആകുന്നതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.